അതറിയില്ല.
പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേര് വിളിക്കപ്പെടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ സകല മാനവരാശിക്കും രക്ഷയേകുവാനായിട്ട് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ദൈവപുത്രനായിരിക്കുന്ന യേശുവിന്റെ തിരുപ്പിറവിയുടെ സന്തോഷത്തെ ഓർത്തുകൊണ്ട് നാഥ ഈ ഭവനത്തിലും അടുത്ത ദിവ്യമായ ദൂതിനെ പകരാൻ സഭയായിട്ട് അവിടെ ഒരുക്കിയല്ലോ. ഏകാന്തതകളിലായിരുന്ന ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി ദിവ്യനക്ഷത്രം ആകാശത്ത് തെളിയുകയും അതിന് ലക്ഷ്യമായി അവർ യാത്ര ചെയ്യുകയും ബത്ലഹേമിൽ എല്ലാ മാനവരാശിക്കും ദർശിക്കത്തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ജാതനായ ക്രിസ്തുവിനെ കാണുകയും ചെയ്തുവല്ലോ. കർത്താവേ, ആ ദിവ്യപ്രകാശം ഈ ഭവനത്തിലും ഈ നാളുകളിൽ അവിടുന്ന് പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സന്ദർശനം ഈ ഭവനത്തിൽ ഏറെ അനുഗ്രഹത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പിതാവിനായിട്ടും മാതാവിനായിട്ടും ദൈവം അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കൾക്കായിട്ടും അവരുടെ ഭാവി ജീവിതങ്ങൾക്കായിട്ടും അവരുടെ ജീവിത മേഖലകൾക്കായിട്ടും ധന്യതകൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവം അവിടുന്ന് കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മറ്റ് ഭാരങ്ങളൊന്നും ഈ ഭവനത്തോടടുക്കാതെ ദൈവം അവിടുന്ന് സംരക്ഷിച്ച് കാവൽ ചെയ്തു കൊള്ളണം. കർത്താവേ, ഇവിടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ദൈവഹിത പ്രകാരം അവിടുന്ന് സാധ്യമാക്കി കൊടുക്കണമേ. എല്ലാ ജീവിതാനുഭവങ്ങളിലും ദൈവം കരുതുകയും വഴി നടത്തുകയും ചെയ്യുന്നവനായി ഈ പ്രിയമുള്ളവരോട് അവിടുന്ന് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഗതമാകുന്ന ക്രിസ്മസ് നാളും പുതിയ വർഷവും ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് അവിടുന്ന് നിറച്ച് കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ.